നാരായണേതി കല്യാണി വാണി യസ്യാമുകാംബുജേ സദന്യപാവയത്യന്യാൻ സ്വദൃഷ്ടിപദഗോചരാൻ. നോക്കൂ, നാമസങ്കീർത്തനത്തിൻ്റെ മാഹാത്മ്യം. ഭൗതിക നാമരൂപങ്ങൾ മിഥ്യയും ഭഗവൽ നാമമാകട്ടെ സത്യവും നിത്യവും ആകുന്നു. നാരായണ എന്ന വാക്കു തന്നെ പരമമംഗളമാണ്. സദാ നാമം ജപിക്കുന്ന ആളുടെ മുഖാരവിന്ദം ആനന്ദപ്രദമാണ്. ലോകത്തിൽ ഏതൊരു ഭക്തനാണോ ഉറക്കെ നാമസങ്കീർത്തനം ചൊല്ലുന്നത്, ആ ഭക്തൻ തന്നെയും തൻ്റെ ചുറ്റുപാടുമുള്ള സമസ്ത ജീവരാശികളുടെയും എല്ലാ പാപങ്ങളെയും നശിപ്പിക്കുന്നു. ആകാശത്തിൽ ആദിത്യൻ ഉദിക്കുമ്പോൾ വിളക്കില്ലെങ്കിലും ഇരുട്ട് നശിക്കുന്നു അല്ലേ? മൽഭക്തിയുക്തോ ഭുവന പുനാതി എന്ന് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞിട്ടുണ്ട്. മഹേന്ദ്രൻ എന്നു പേരായ ഒരു രാജാവിൻ്റെ കഥ കേൾക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതാപചന്ദ്രൻ വളരെ മിതഭാഷിയാണ്. എതിരാളികൾ കൂടെ അദ്ദേഹത്തോട് സംസാരിച്ചാൽ മിത്രങ്ങളായി മാറും. കാരണം അദ്ദേഹം ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന മഹാമന്ത്രം ജപിക്കുമായിരുന്നു. ഈ കലിസന്ധരണ മന്ത്രം സദാനേരവും അദ്ദേഹം ഉരുവിടുമായിരുന്നു. മന്ത്രിസഭയിൽ പോലും എന്താണ് അദ്ദേഹം ഉരുവിടുന്നതെന്ന് ആർക്കും തന്നെ അറിയില്ല. പിന്നീട് പരിസരം പോലും മറന്ന് ജപിക്കുവാൻ തുടങ്ങിയ അദ്ദേഹം രാജാവിനിത് ഒട്ടും രസിച്ചിരുന്നില്ല. പുണ്യമില്ലാത്തവർക്ക് ഇതൊന്നും രസിക്കില്ലല്ലോ. അശ്ലീലമായത് എത്ര വേണേലും കേട്ടിരിക്കും. പക്ഷേ നാമസങ്കീർത്തനം കേട്ടാൽ ഇവർക്കൊന്നും പറ്റില്ല. അതേപോലെ കുറേ കാലം ഇത് കേട്ടപ്പോൾ രാജാവിന് മനപരിവർത്തനം വരാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെയും ചുണ്ട് അനങ്ങിത്തുടങ്ങി. ഇതൊന്നും അറിഞ്ഞ ഭാവം മന്ത്രി നടിച്ചില്ല. നാമമഹിമ പറഞ്ഞു മനസ്സിലാക്കേണ്ടതല്ലല്ലോ, അത് അനുഭവിച്ചു തന്നെ അറിയണം. മന്ത്രി രാജാവിനോട് ഇത് മനസ്സിലാക്കി കൊടുക്കണേ എന്ന് ഭഗവാനോട് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സന്തതി, സമ്പത്ത്, സൗന്ദര്യം, രാജാധിപത്യം, സ്ഥാനമാനങ്ങൾ ഇവയൊക്കെ ആഗ്രഹിക്കുന്നവർ ആ ആഗ്രഹത്തോടെയാണ് ജപിക്കുന്നത്. ഇത് കേട്ട രാജാവ് സദാ നാമം ജപിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ശത്രുക്കൾ രാജ്യം ആക്രമിച്ചു. മന്ത്രി തൻ്റെ സൈന്യത്തോടുകൂടി, തൻ്റെ രാജ്യത്തിൻ്റെ സൈന്യത്തോടുകൂടി അവരെ തോൽപ്പിച്ചുവെങ്കിലും ആ രാജ്യത്തിൻ്റെ കുറച്ചു ഭാഗം അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. രാജാവ് മന്ത്രിയോട് നാമം ജപിച്ചാൽ എല്ലാം ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നഷ്ടപ്പെടുകയല്ലേ ഉണ്ടായത് എന്ന് ചോദിച്ചു. രാജ്യം മുഴുവൻ നഷ്ടപ്പെട്ട് കഷ്ടപ്പെടേണ്ട യോഗമുണ്ടായിരുന്നു അങ്ങേക്ക്. ഭഗവാന്റെ ആ നാമം ജപിച്ചതുകൊണ്ട് മാത്രമാണ് കുറച്ചു ഭാഗം മാത്രം നഷ്ടപ്പെട്ട് ബാക്കി നമ്മൾക്ക് കിട്ടിയത്. ഇത് കേട്ട രാജാവ് സമാധാനിച്ചു. പിന്നീടൊരിക്കൽ ഭണ്ഡാരം തന്നെ കളവുപോയി. അപ്പോഴും രാജാവ് നിരാശനായി തൻ്റെ മന്ത്രിയോട് പരാതിപ്പെട്ടു. ഇതിലും കൂടുതൽ നഷ്ടപ്പെടേണ്ട സമയമായിരുന്നു, പക്ഷെ ഇതല്ലേ സംഭവിച്ചുള്ളൂ, അതും ഭഗവത് കൃപയാൽ. ഇപ്പോഴും രാജാവ് സമാധാനിച്ചു. പിന്നീട് രാജാവിനുണ്ടായ ദുഃഖം, ആറ്റുനോറ്റുണ്ടായ ഉണ്ണി മരിച്ചു. രാജാവിന് സഹിക്കാൻ പറ്റിയില്ല, പ്രാണസങ്കടം. അപ്പോൾ മന്ത്രി പറഞ്ഞു, ഉണ്ണി മരിച്ചത് യോഗഭ്രഷ്ടന്മാരായവർ സൽഗതിയെ പ്രാപിക്കുവാൻ വേണ്ടി പുണ്യഗൃഹങ്ങളിൽ വന്ന് ജനിക്കുക എന്നൊരു പതിവുണ്ട്. അങ്ങനെ ഏതോ ഒരു സുഹൃത ജീവൻ കർമ്മഫലത്തെ അനുഭവിക്കുന്നതിനു വേണ്ടി പിറന്ന് ആ പരമപദം പ്രാപിച്ചിരിക്കുകയാണ്. അതിനങ്ങ് സങ്കടപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഭഗവാൻ ഭക്തന്മാർക്ക് നന്മയേ വരുത്തൂ. പക്ഷെ ഇതിലൊന്നും രാജാവിന് വിശ്വാസമേ വന്നില്ല. പറ്റിക്കാൻ പറയുകയാണെന്നാണ് രാജാവ് കരുതിയത്. അങ്ങനെ ഒരിക്കൽ ഈ രാജാവ് തൻ്റെ മന്ത്രിയോടുകൂടി നായാട്ടിന് പോയി. കുതിരപ്പുറത്തായിരുന്നു അവരുടെ യാത്ര. അങ്ങനെ കുതിരയെ ഒരിടത്ത് നിർത്തി രാജാവും മന്ത്രിയും മാത്രം വേട്ടയാടി കാട്ടിനുള്ളിലേക്ക് കടന്നു. അങ്ങനെ പക്ഷിമൃഗാദികളെ വേട്ടയാടി രാത്രിയായത് അവർ അറിഞ്ഞില്ല. മാത്രമല്ല, ഇവർ അപ്പോഴൊരു മറ്റൊരു രാജ്യത്തിൻ്റെ അതിർത്തിയിൽ ചെന്ന് പെട്ടിരുന്നു. നല്ല ക്ഷീണവും ഉണ്ട്. വിശ്രമിക്കാനായവർ ഒരു മാവിൻ മുകളിൽ കയറി ആ മാവിൻ്റെ ചില്ലകളിൽ അഭയം പ്രാപിച്ചു. അപ്പോഴാണ് രാജാവിന്
വിശക്കുന്നു എന്ന് പറഞ്ഞത്. മന്ത്രി ഒരു മാമ്പഴം പറിച്ചു കൊടുത്തു. അത് രാജാവ് മുറിക്കുമ്പോൾ രാജാവിൻ്റെ വിരൽ നന്നായി മുറിഞ്ഞു. ധാരാളം ചോര പോകുന്നത് കണ്ട മന്ത്രി തൻ്റെ വസ്ത്രത്തിൽ നിന്നും ഒരു കഷ്ണമെടുത്ത് രാജാവിൻ്റെ ആ മുറിഞ്ഞ വിരൽ കെട്ടിക്കൊടുത്തു. എന്നിട്ട് ആനന്ദത്തോടുകൂടി പറഞ്ഞു മന്ത്രി രാജാവിനോട്, ശിരസ് പോകേണ്ടിടത്ത് വിരൽ തുമ്പ് മാത്രമല്ലേ മുറിഞ്ഞുള്ളൂ എന്ന്. രാജാവിന് എല്ലാം കൂടി കേട്ടപ്പോൾ ദേഷ്യം വന്നു. സ്നേഹശൂന്യനായി നിന്നെ ഇനി എൻ്റെ മുൻപിൽ കാണാനേ പാടില്ല. ഇപ്പോൾ തന്നെ നീ എൻ്റെ കൺമുന്നിൽ നിന്നും പോവൂ, ഇല്ലെങ്കിൽ ഞാൻ ഈ വാളുകൊണ്ട് ഉറപ്പായും നിന്നെ വധിക്കും. മന്ത്രി അപ്പോഴും പറഞ്ഞു, എല്ലാം ഭഗവാന്റെ കാരുണ്യം. അങ്ങനെ പറഞ്ഞ മന്ത്രി അപ്പോൾ തന്നെ ആ നിമിഷം തന്നെ രാജാവിൻ്റെ അടുക്കൽ നിന്നും യാത്രയായി. രാജാവ് മരത്തിൽ നിന്നും ഇറങ്ങി തൻ്റെ രാജ്യത്തേക്ക് തിരിച്ചു പോവാൻ നിൽക്കുമ്പോൾ കുറേ ആൾക്കാർ ചൂട്ടും കത്തിച്ചുകൊണ്ട് വരുന്നത് കണ്ടു. വന്നവരാവട്ടെ രാജാവിനെ പിടികൂടി. ലക്ഷണമൊത്തൊരു ആളിനെ തിരഞ്ഞു നടക്കുകയായിരുന്നു അവർ. കാര്യമെന്താണെന്നോ, അടുത്ത രാജകൊട്ടാരത്തിൽ ഒരു ദുർമന്ത്രവാദം നടക്കുകയാണ്. അതിന് ബലി കൊടുക്കുവാൻ ആളെ തിരഞ്ഞിറങ്ങിയ അവർക്ക് കിട്ടിയത് രാജാവിനെയാണ്. അങ്ങനെ രാജാവിനെ കൊണ്ടുപോയി അവിടെ ഇരുത്തി. അപ്പോൾ ആ ദുർമന്ത്രവാദി കുറച്ച് വെള്ളമെടുത്ത് രാജാവിൻ്റെ മേലെ തളിച്ചു. അപ്പോഴാണ് രാജാവിൻ്റെ കയ്യിലെ കെട്ടുകണ്ടത്, ചോരയും. ഉടനെ തന്നെ ഇദ്ദേഹത്തെ ബലി കൊടുക്കുവാൻ പറ്റില്ല, കൊണ്ടുപോയി കളയൂ എന്ന് ആ ദുർമന്ത്രവാദിയായ പൂജാരി പറഞ്ഞു. അങ്ങനെ ഈ പിടികൂടിയവർ തന്നെ രാജാവിനെ കാട്ടിൽ കൊണ്ടുവിട്ടു. അപ്പോഴാണ് രാജാവ് ശരിക്കും ആലോചിച്ചത്, ഞാൻ എൻ്റെ സദ്ഗുരുവിനെയാണല്ലോ കൈവെടിഞ്ഞത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രാജാവ് പശ്ചാത്തപിച്ചു. എന്നിട്ട് അലഞ്ഞു നടന്നു. അപ്പോഴാണ് ഒരു ആൽച്ചുവട്ടിൽ നിന്നും നാമം ജപിക്കുന്ന തൻ്റെ മന്ത്രിയെ കണ്ടത്. അപ്പോഴേക്കും മന്ത്രിയെ ഗുരുവായി തന്നെ രാജാവ് ഏറ്റിരുന്നു. അങ്ങനെ ആ മന്ത്രിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു രാജാവ്. എന്നിട്ട് എൻ്റെ അപരാധം പൊറുക്കണം എന്നും അപേക്ഷിച്ചു. അപ്പോൾ മന്ത്രി പറഞ്ഞു, നമ്മെ രണ്ടുപേരെയും വേർപ്പെടുത്തിയില്ലെങ്കിൽ അവരെന്നെ തന്നെയാവും കൊണ്ടുപോവുക. നോക്കൂ രാജാവേ, ഭഗവാൻ തൻ്റെ ഭക്തന്മാരെ ചെയ്യിക്കുന്നതെന്തും പരമശ്രേയസ്സിനു വേണ്ടി മാത്രമാണ്. ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഭഗവാൻ കൈവെടിയുകയില്ല. അതുകൊണ്ട് ഏത് പരിതസ്ഥിതിയിലും പതറാതെ ആ തിരുനാമങ്ങൾ ജപിക്കുവാൻ ഭഗവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ആ തിരുനാമ ജപത്തിൽ ആറാടിക്കൊണ്ട് പരമഹംസന്മാരായി പിന്നീടുള്ള അവരുടെ ആ ജീവിതം അവർ ജീവിച്ചു തീർത്തു. ഇതാണ് മന്ത്രജപത്തിൻ്റെ ശക്തി. ഹരേ ഗുരുവായൂരപ്പ ശരണം.